ഹായ്, ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ റിയാലിറ്റി ചെക്ക്. എനിക്കറിയാം നിങ്ങൾ പറയാൻ പോകുന്നത് നീ അധികം വെളുപ്പിക്കേണ്ട, നിന്റെ റിയൽ ഫേസ് ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടതാണ്, അങ്ങനെയല്ലേ? ബട്ട് ഇറ്റ്സ് ഓക്കെ. ബൈ ദ വേ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ വെളുപ്പിക്കൽ, ഇറ്റ് ഈസ് അബൌട്ട് ദ റിയാലിറ്റി. ആൻഡ് ദ റിയാലിറ്റി ഈസ് അബൌട്ട് നമ്മളൊന്ന് വീഴുമ്പോൾ നോട്ട് പോയിന്റ്. നമ്മളൊന്ന് വീഴുമ്പോൾ ആരൊക്കെ താങ്ങായിട്ടുണ്ടാവും, ആരൊക്കെ നമ്മളെ താങ്ങിയിട്ട് പോവും എന്നതാണ് ഞാൻ മനസ്സിലാക്കിയ റിയാലിറ്റി. ആരോട് തല്ലിപ്പൊളിക്കുന്നുണ്ട്? ഫാൻസാണോ? അണ്ടർ ഐ ഡാർക്ക്നെസ് ചെറുതായിട്ട് നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. കാരണം ലൈഫ് തന്നെ ഇരുട്ടിലാണ്. അപ്പോൾ കണ്ണിൻ്റെ അടിയെങ്കിലും കുറച്ച് വെളുത്തിരിക്കട്ടെ. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്നും പിന്മാറുന്നു, എനിക്ക് മനസ്സിലായി. നമ്മൾ ആക്ച്വലി ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും എന്താണ് റിയൽ, എന്താണ് റീൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ചങ്ക് പറിച്ച് കൂടെ നിൽക്കാന്ന് പറയുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ചങ്കും പറിച്ചുകൊണ്ട് പോകുന്നത്. ഇഫ് യു നോ യു നോ. സോറി, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. ആക്ച്വലി നമ്മൾ ഇത്ര സമയം വേറൊരു ആംഗിളിൽ നിന്നല്ലേ കണ്ടുകൊണ്ടിരുന്നത്, അപ്പോൾ വേറൊരു വ്യൂ ആയിരുന്നു. അപ്പം ആംഗിൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ കാണുന്ന കാഴ്ചകളുടെ വ്യൂവും മാറും. മനസ്സിലായി ഗോയ്സ്? സത്യം പറഞ്ഞാൽ ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആരാണ് നിൽക്കുന്നതായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ എന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ യാ, ഐ ആം റെഡി. സോറി, ഞാൻ കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചില്ല, പക്ഷേ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അതെങ്ങനെയാണ്, നമ്മളെല്ലാം പുറത്ത് കാണിക്കണം എന്നില്ല, പക്ഷേ കഴിയേണ്ടതൊക്കെ കഴിയും, അങ്ങനെയാണല്ലോ പൊതുവെ. അപ്പോൾ കുഴപ്പമില്ല, കുറച്ചൊക്കെ വെളുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.